ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് ദേവുട്ടിയും കേശുവിനും ഒന്നും സ്കൂളിലൊന്നും പോകണ്ട. ഇന്ന് അവധി ദിവസമാണ്. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. ഇന്ന് നല്ല വെയിലും നല്ല കാറ്റും ഒക്കെ ഉള്ള ഒരു ഭംഗിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എനിക്ക് ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ആനിയാടി മാസം ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെയിലും ഒക്കെ ആയിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ കൂടുതലും അസുഖങ്ങൾ വരുന്നതും ഈ മാസത്തിൽ തന്നെയാണ്. രാവിലെ പാത്രങ്ങളൊക്കെ പറക്കി ഒതുക്കി വെച്ച് അവിടേക്ക് ഒന്ന് തുടച്ചൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഇവിടെ പുറത്ത് അടുക്കളയിലേക്ക് വന്നേ. അടുക്കളയെന്നും പറയാൻ പറ്റില്ല, ഇതൊരു ഓപ്പൺ ഏരിയയാണ്. നമ്മളെ മുറ്റമായിരുന്നതാണ്. പിന്നെ മതിൽ കുറച്ചുകൂടെ ഇങ്ങനെ പൊക്കി കെട്ടിയിട്ട് അവിടെ നമ്മൾ ഒരു സ്ലാബും കെട്ടി അവിടെ ഒരു വിറകടുപ്പ് വെച്ചതാണ്. അങ്ങനെ ഞാൻ ചോറിനൊക്കെ വെള്ളം ഇട്ടിട്ട് ദേവൂട്ടിക്ക് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പേസ്റ്റ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അവൾക്ക് എടുക്കാൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാനാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത്. പിന്നെ അവൾ അവിടെ നിന്ന് പല്ല് തേച്ചോളും. ഇന്ന് മക്കൾക്ക് പോകണ്ടാത്തത് കൊണ്ട് തന്നെ താമസിച്ചാണ് കേട്ടോ എഴുന്നേറ്റത്. 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എഴുന്നേറ്റപ്പോഴത്തേക്കും. രാവിലെ നമുക്ക് അപ്പവും ചമ്മന്തിയാണേ. ചമ്മന്തി ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയത് ബാക്കി ഉണ്ടായിരുന്നു, അതിനടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇന്ന് രാവിലത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. മിക്കവാറും ദിവസങ്ങളിൽ അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും കടലക്കറിയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറിയോ ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നലെ രാത്രി ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ അരച്ചതാണ് ഈ ചമ്മന്തി. ബാക്കി കറികളും കൂടെ ഞാൻ രാവിലെ തന്നെ വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാനേ പറ്റില്ല കേട്ടോ. രാവിലെ ജോലികൾ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്ത് വേണോ ചെയ്യാം. അതൊക്കെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു നിന്നാൽ പിന്നെ എനിക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാനേ പറ്റില്ല കേട്ടോ. പിന്നെ കിച്ചണിലേക്ക് സ്ഥിരതാമസം ആക്കിയതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇന്ന് പച്ചക്കറികളൊക്കെ കുറവായിരുന്നേ. ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, ഒരു വഴുതനങ്ങയൊക്കെ ഉണ്ടായിരുന്നതിനെ എടുത്തിട്ട് പുളിങ്കറിയായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. പരിപ്പിടാതെ വയ്ക്കുന്നതാണ് പുളിങ്കറി, സാമ്പാർ പോലെ വയ്ക്കുന്നത്. പിന്നെ ക്യാരറ്റിന് ഞാൻ അവിടെ ചോപ്പറിൽ അരിഞ്ഞിടുകയാണ്. ചോപ്പർ എനിക്ക് എളുപ്പമാണ്, പക്ഷേ അതിങ്ങനെ വലിച്ച് നിൽക്കുമ്പോഴത്തേക്കും കൈ ഭയങ്കര വേദനയായിരിക്കും കേട്ടോ. സംഗതിയൊക്കെ കൊള്ളാൻ നല്ലതാണ്. ഇതെൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ മക്കൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ചോപ്പറിലിട്ട് വലിക്കുന്നത് കണ്ടാൽ തോന്നും ഞാൻ എന്തോ മൽപ്പിടുത്തം നടത്തുവാണെന്നേ. മുമ്പൊക്കെ ഞാൻ ഇതുപോലെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുമായിരുന്നു കേട്ടോ എളുപ്പത്തിന്. മക്കളൊക്കെ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന സമയത്തിന് പെട്ടെന്ന് ആവാൻ വേണ്ടി ഞാൻ മിക്സിയിലെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുമായിരുന്നു. തോരനൊക്കെ അരിഞ്ഞ് വയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ചിരുന്ന വെള്ളമൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ അരിയൊക്കെ കഴുകി കലത്തിലേക്ക് ഇട്ടു. മക്കൾക്ക് സ്കൂളുള്ള ദിവസമാണെങ്കിൽ അവർക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്തേക്ക് വയ്ക്കുന്നത്. ഇപ്പോൾ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് ഉള്ളി വാങ്ങൽ കുറവാണ് കേട്ടോ. അപ്പോൾ സവാള തന്നെയാണ് ഞാൻ കടുവറുക്കുമ്പോഴൊക്കെ എടുത്തിടുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിരുന്ന നമ്മൾ തോരൻ്റെ ആ കഷ്ണങ്ങളും കൂടെ എടുത്ത് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. അതിരുന്ന് വേകുന്ന സമയം കൊണ്ട് ഞാൻ അവിടെ പുളിങ്കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാടൊന്നുമില്ല, ഒരു വഴുതനങ്ങയും സവാളയും പിന്നെ കുറച്ച് 3-4 വെണ്ടയ്ക്കയും കൂടെ ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് എൻ്റെ തോരനൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിലേക്ക് വേണ്ട അരപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ പുളിങ്കറിക്കുള്ള കഷ്ണങ്ങളും കൂടെ ഒരു പാത്രത്തിലേക്ക് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ ഇനി കുറച്ച് കായവും കൂടെ ഇടണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. രാവിലത്തെ കാപ്പിക്ക് ചമ്മന്തി മാത്രമാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു തക്കാളി കറിയും കൂടെ വയ്ക്കാമെന്നേ. അങ്ങനെ ഞാൻ ഒരു തക്കാളിയും സവാളയും കൂടെ എടുത്തിട്ട് ഞാൻ ഒന്ന് വഴറ്റിയെടുത്ത് ഒന്ന് കറിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, മസാലയൊക്കെ ഇട്ടിട്ട്. ചമ്മന്തി ഇനി തികയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് തക്കാളി കറിയും കൂടെ വെച്ചത്. അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി എൻ്റെ അടിച്ചുവാരലും തുടയ്ക്കലും ഒക്കെ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തേക്കൊക്കെ നോക്കിയപ്പോഴത്തേക്ക് നല്ലോണം മഴ കറുത്ത് കിടപ്പുണ്ടേ. തൊട്ടപ്പുറത്തൊക്കെ വാഴത്തോട്ടം ആയതുകൊണ്ടേ നല്ലവണ്ണം ആകാശമൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ. ഈ ജനലിൻ്റെ അടുത്തായിട്ടാണ് തയ്യൽ മെഷീൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇട്ടിരുന്ന തുണിയാണ് ഞാൻ എടുത്ത് മാറ്റുന്നത്. ദേവൂട്ടിയാണെങ്കിൽ ഇവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഷിൻചാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കേശു ആണെങ്കിൽ ഫോണിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് എക്സാം നടക്കുകയാണ്. അപ്പോൾ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വഴക്ക് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിട്ടതാണ് കേട്ടോ. അവിടുന്ന് മാറി നേരെ അപ്പുറത്തെ ദിവാങ്കോട്ടിൻ്റെ പുറത്താണ് പോയിരിക്കുന്നത്. രാവിലെ നമ്മളെ വീടിൻ്റെ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. മക്കളുടെ ബാഗുകളും പിന്നെ പൂപ്പിച്ചിൻ്റെ വേസ്റ്റുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ വാരി മാറ്റുകയാണ് കേട്ടോ. നമ്മളിവിടെ പൂജാമുറിയിൽ ഒരുപാട് പൂക്കൾ ഉപയോഗിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വേസ്റ്റ് ഇങ്ങനെ വരുന്നത്.
പിന്നെ മക്കളുടെ ബാഗുകളും പിന്നെ കുറേ സാധനങ്ങളൊക്കെ സെറ്റിയുടെ പുറത്തും കസേരയുടെ പുറത്തും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് മാറ്റുകയാണ്. എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയ ശേഷമാണ് ഞാൻ തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ വേറെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഈ കസേരപ്പുറത്തും ഡൈനിങ് ടേബിളിൻ്റെ പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അതെല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റില്ല. കുറച്ചൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം തറയൊക്കെ ഒന്ന് തൂത്ത് തുടച്ചിടുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ബാക്കി പുറത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ നീക്കി നീക്കി വയ്ക്കും. പിന്നെ അങ്ങനെ ആയിരിക്കുമ്പോഴത്തേക്കും വീട് വൃത്തികേടായിരിക്കുകയും ചെയ്യും, ഒതുങ്ങേയില്ല. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും ഒരു ഒതുക്കം വരുന്നില്ല. അപ്പോൾ നമ്മളെല്ലാം പറക്കി ഒതുക്കി അതാത് സ്ഥാനങ്ങളിൽ കൊണ്ട് വച്ചാൽ മാത്രമേ വീട് ഒരു വൃത്തിയായിട്ടിരിക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ അവിടെ ഹാളിലാണ് കിടന്നത്. ഹാളിൽ സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് മക്കൾക്ക് പോകണ്ടാത്തത് കൊണ്ട് ഇന്നലെ അവിടെ സിനിമ കണ്ടുകൊണ്ട് അവിടെ ഹാളിലായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഇവിടെ ബെഡിൽ കൊണ്ടുവന്ന് വച്ചു. പിന്നെ ബെഡ് ഞാൻ ഇന്ന് വിരിച്ചിടുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി രാത്രി ഇതേ രീതിയിലാണെങ്കിൽ പിന്നെ വീണ്ടും വിരിച്ചിട്ട് തന്നെ വീണ്ടും എടുത്തുകൊണ്ട് പോവേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മക്കൾ ബുക്കൊക്കെ എടുക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചുമൊക്കെ വയ്ക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്തൊക്കെ ഒന്ന് വയ്ക്കുകയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ അടുക്കി പറക്കി വച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഓരോ സാധനങ്ങളൊക്കെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ കിടക്കും. ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ബെഡിൻ്റെ പുറത്തും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും, പേപ്പറുകളും പിന്നെ മക്കൾ കളിക്കാനെടുത്ത സാധനങ്ങളും സ്കെയിലും പെൻസിലും എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിതുപോലെ പറക്കി മാറ്റി വെച്ചതിന് ശേഷമാണ് ഒന്ന് തട്ടിക്കുടഞ്ഞിട്ടിട്ട് ഒന്ന് തൂത്ത് വാരുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും കാക്കകൾ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നേ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഇരിക്കുന്ന ഇവനെ കണ്ടോ, എൻ്റെ വായിൽ എന്തോ നീളത്തിലുള്ള ഒരു ജീവി ഇരിപ്പുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ കാക്കകളർന്ന് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴത്തേക്കും ഇത് അടുപ്പിൽ തീയൊന്നുമില്ല കേട്ടോ. തീ ഫുള്ളും അണഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കത്തിക്കാനായിട്ട് തെങ്ങിൻ്റെ വിറവാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല കത്തുന്നതല്ലായിരുന്നു കേട്ടോ, നനഞ്ഞ് കിടന്നതായിരുന്നു. അതാണ് ഇങ്ങനെ കനൽ കിടക്കാത്തത്. പിന്നെ ഭയങ്കര പുകയാണ് കേട്ടോ. നന്നായിട്ട് കത്തുന്ന വിറവാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഞാൻ അതിന് ഓടി ഓടി വന്നെന്നറിയാവോ. പിന്നെ മക്കൾ രണ്ടുപേരെടുത്ത് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേശുദേ പുറത്ത് പോയിരുന്ന് പഠിക്കുകയാണ് കേട്ടോ. ദേവൂട്ടിക്ക് ടീച്ചർ കൊടുത്ത് എന്തോ വർക്കുണ്ടായിരുന്നു, കളറടിക്കാൻ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് അവൾ അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. പിന്നെ കേശു ആണെങ്കിൽ പഠിക്കുവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്താ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അവന് കാവലായിട്ട് ഇതേ നമ്മുടെ പൂച്ചമ്മയും കൂടെ കിടപ്പുണ്ട്. അതിന് ശേഷമാണ് ഞാൻ വീടിൻ്റെ ഒക്കെ തുടയ്ക്കാൻ വേണ്ടി നിന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ആവേശമായിരുന്നു കേട്ടോ. ചില സമയങ്ങളിൽ അങ്ങനെയാണ്, ഒരുപാട് ജോലികൾ ചെയ്യാൻ വേണ്ടി തോന്നും. ചില സമയത്ത് വയ്യാതാകുമ്പോഴത്തേക്കും പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല കേട്ടോ. മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഭയങ്കര മടി പിടിച്ച് ഇരിക്കാറുമുണ്ട്. ചിലപ്പോൾ ഒരുപാട് സമയമുണ്ടെങ്കിലും ആ സമയത്തൊക്കെ ചിലപ്പോൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ TV നോക്കിക്കൊണ്ടിരിക്കും. എന്നാലും ഈ വക കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. നമ്മളെ ചുറ്റുപാടുകളും ഒക്കെ നമ്മുടെ മനസ്സിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി തോന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു സീസൺ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓണത്തിൻ്റെ ഒരു വൈബൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. കർക്കിടക മാസത്തിലെ ആടികളയിൽ ഇതുപോലൊരു ദിവസം ആയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ മുറ്റത്ത് ഒരു ഞാറമരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുറിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വെയിൽ. അതുണ്ടായിരുന്നപ്പോൾ നല്ല തണലുണ്ടായിരുന്നേ. പിന്നെ അത് മുറിച്ചത് കാരണം എന്ന് വെച്ചാൽ മതിലിനോട് തൊട്ട് ചേർന്നായിരുന്നേ നമ്മുടെ ഈ മരം നിൽപ്പുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വേരിറങ്ങിയിട്ട് മതിൽ അങ്ങ് പുറത്തോട്ട് റോഡിലോട്ട് തള്ളിയിട്ടുണ്ടായിരുന്നേ. അത് മാത്രമല്ല അതങ്ങനെ മതിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെടിച്ച് കീറിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഭയങ്കര പുഴുവിൻ്റെ ശല്യവും. നിറയെ രോമമൊക്കെ ഉള്ള ഒരു ചൊറിയുന്ന ഒരെണ്ണം പുഴുവുണ്ടല്ലോ, അപ്പോൾ ആ ഒരു പുഴുവാണ് കേട്ടോ ഇതിൽ നിറയെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ രോമമൊക്കെ പൊഴിഞ്ഞിട്ട് മക്കൾക്കൊക്കെ ചെറിയ അലർജി പോലെയൊക്കെ ഉണ്ടായിരുന്നേ. ദേവുട്ടിക്കാണെങ്കിൽ എപ്പോഴും തുമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് തീരെ അത് മുറിച്ച് കളഞ്ഞത്. കേശു ആണെങ്കിൽ ഇതേ ഗേറ്റിൻ്റെ പുറത്തൊക്കെ കയറി ഇരിക്കുകയാണേ. അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം പുറത്ത് വന്നിരുന്നു കേട്ടോ. ഞാനും മക്കളും കൂടെ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും ദേവൂട്ടിയും കൂടെ ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കേശുവിന് ഇന്ന് ട്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ചേട്ടൻ കേശുവിനെ കൊണ്ടുവിടാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവർ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നല്ലവണ്ണം കഴിച്ചു.
അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ തുണി കഴുകാൻ വേണ്ടിയിട്ടാണ് പോയത്. കുറച്ച് തുണികൾ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദേവുട്ടിയുടെ തുണികൾ മാത്രമാണ് കേട്ടോ ഇന്ന് കഴുകിയത്. ഓരോ ദിവസവും ഓരോരുത്തരുടേതായിട്ടാണ് കഴുകുന്നത്. പിന്നെ മക്കളുടെ യൂണിഫോം ആണെങ്കിൽ എല്ലാ ദിവസവും കഴുകാറുണ്ട്. ഇപ്പം ഞാൻ ആശയിൽ മാത്രമല്ല കേട്ടോ തുണികൾ വിരിച്ചിടാറുള്ളത്. വെയിൽ എവിടെയുണ്ടോ അവിടെയൊക്കെ വിരിച്ചിടാറുണ്ട്. ഗേറ്റിലും ആ മതിലിൻ്റെ പുറത്തുമൊക്കെ വിരിച്ചിടാറുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ആശ കെട്ടിയിരിക്കുന്ന ഭാഗത്ത് അത്ര വെയിലൊന്നുമില്ല. പിന്നെ മക്കളുടെ സൈക്കിള് കുറച്ച് 3-4 എന്താ അവിടെ സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തൊക്കെ ഞാൻ വിരിച്ചിടും കേട്ടോ. ദേവൂട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. എന്തൊക്കെയോ അവൾ എടുക്കുന്നുണ്ട്. 2-3 സൈക്കിളുകൾ ദാ ഇവിടെ ചീത്തയായി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഞാൻ തുണികൾ വിരിച്ചിടാറുണ്ട്. പിന്നെ ഇവിടെ വിരിച്ചതിന് ശേഷം ഞാൻ ഫ്രണ്ടിൽ വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മക്കളും കൂടെ ദേ ഇവിടെ ഫ്രണ്ടിൽ സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ദേ ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. അതാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.